സൗദിയിലെ ദമാമിൽ മലയാളി കൊല്ലപ്പെട്ടു. തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശി അഖിൽ അശോക് കുമാറാണ് കൊല്ലപ്പെട്ടത്. കേസിൽ വനിതയുൾപ്പെടെ 4 പേരെ അറസ്റ്റ് ചെയ്തു. സ്വദേശി പൌരനുമായുണ്ടായ തർക്കത്തിൽ ഗോവണിയിൽ നിന്ന് വീണാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അടിപിടിയുണ്ടായ ഫ്ളാറ്റിൽ അഖിൽ എന്തിനെത്തി എന്നതിലും ദുരൂഹതയുണ്ട്. ദമാമിലെ വാദിയയിലാണ് സംഭവം. തിരുവനന്തപുരം അതിയന്നൂർ ബാലരാമപുരം സ്വദേശി അഖിൽ അശോക് കുമാർ സിന്ധുവിനെ കോണിപ്പടികൾക്ക് താഴെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അഖിലിന് 28 വയസ്സായിരുന്നു. കേസിൽ വനിതയുൾപ്പെടെ 4 പേരെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 പേർ ആഫ്രിക്കൻ വംശജരും ഒരാൾ സ്വദേശിയുമാണ്. സ്വദേശിയുമായുണ്ടായ അടിപിടിയിൽ സ്റ്റെയർകേസ് വഴി താഴേക്ക് വീണാണ് മരണം. വ്യാഴാഴ്ച രാത്രി ഖത്തീഫിൽ നിന്നും വാദിയയിലേക്ക് പോയതാണ് അഖിൽ. ഇവിടെയുള്ള ഒരു കെട്ടിടത്തിൽ വെച്ചാണ് വാക്കുതർക്കവും കയ്യേറ്റവും ഉണ്ടായത്. എന്നാൽ എന്തിനാണ് വാദിയയിൽ എത്തിയത് എന്നതിൽ വ്യക്തതയില്ല. ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. AC ടെക്നീഷ്യനായി 7 വർഷമായി ദമാമിലെ ഖത്തീഫിലായിരുന്നു അഖിലിന് ജോലി. സന്ദർശക വിസയിൽ സൗദിയിലെത്തിയ ഭാര്യയും മാതാപിതാക്കളും 2 ആഴ്ച മുമ്പാണ് നാട്ടിലേക്ക് മടങ്ങിയത്. സാമൂഹ്യ പ്രവർത്തകനും ലോക കേരള സഭാംഗവുമായ നാസ് വക്കത്തിന്റെയും KMCC വെൽഫെയർ വിഭാഗം പ്രതിനിധി അമീൻ കാണിക്കവിളയുടെയും നേതൃത്വത്തിൽ നിയമ നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകും. കേസന്വേഷണവും തുടരുകയാണ്. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം.